നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ആനന്ദിനോട് ഗോമതി ബാലിനും എല്ലാരും ചെന്ന് ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. പക്ഷെ ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോയാലും പ്രശ്നം, പോയില്ലെങ്കിലും പ്രശ്നം. വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയി. ഇനിയിപ്പോ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് വിചാരിക്കും? തനിക്കിപ്പോ ഈ കഥ പറയാൻ പറ്റില്ല. ശ്രീദേവി പ്രഗ്നന്റ് ആണെന്നോർത്ത് എല്ലാവരും സന്തോഷിച്ചിരിക്കുക. ആ സമയത്ത് താൻ എങ്ങനെയാ ശ്രീദേവിയുടെ കുടുംബത്തിനെ ചതി ഈ വീട്ടിൽ തുറന്നു പറയണേ? ആ ഒരു ധർമ്മസങ്കടത്തിലായി പോയി ആനന്ദ്. ഒടുവില് ആനന്ദ് ഒരു കാര്യം തീരുമാനിച്ചു. പോകണം, പോയിട്ട് അവള് പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയണം, ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആനന്ദ് പോകുന്നത്. ഈ സമയത്ത് ബാലിനും മനസ്സിനുള്ള നല്ല ടെൻഷനുണ്ട്. കാരണം ബാലനാണെങ്കിലും ഉദയഭാനുവിന്റെ ശ്രീകലയുടെ ഒക്കെ ചതി വീട്ടിൽ പറയാൻ പറ്റുന്നില്ല. ശ്രീദേവി പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് എങ്ങനെയാ പറയണേ? തന്റെ ആനന്ദിന്റെ ഒരു കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നേ. ഇനിയിപ്പൊ താൻ ഇത് പറഞ്ഞിട്ട് അവർ തമ്മിൽ വല്ല പ്രശ്നമായിട്ടുണ്ടെങ്കിൽ എന്താവും, എങ്ങനെയാവും? ഡിവോഴ്സിലേക്ക് കാര്യങ്ങളൊക്കെ എത്തും. തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ. പക്ഷേങ്കില് അയാൾക്കിട്ടുള്ള പണി കൊടുക്കണം, അയാളെ വെറുതെ വിടാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു ബാലന്. പിന്നീട് ശ്രീദേവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് ഉദയഭാനു ആണെങ്കിലും ശ്രീകലയൊക്കെ ആണെങ്കിലും ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശ്രീദേവിക്ക് നല്ല ദേഷ്യവും അവരോട്. കാരണം അവര് കാരണമാണ് തന്റെ ജീവിതം ഇങ്ങനെ ആയത്. അല്ലായിരുന്നെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. താനിവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞതാ. ഈ ബന്ധത്തിന് തന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ച. അങ്ങനെ ആനന്ദേണ്ട ജീവിതം പോയി. പാവം, അതിന്റെ ജീവിതം താനായിട്ട് തകർത്ത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും താൻ പോകത്തില്ല, അവരെ ഇനിയും തനിക്ക് വഞ്ചിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിക്ക് ഉണ്ടായിരുന്നേ. പിന്നീട് ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കുന്നേ. ആനന്ദ് അവിടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉദയഭാനു ശ്രീകലയോട് പതുക്കെ പറഞ്ഞു, തെങ്ങ് നോക്കടി, ഇതാരാ വരുന്നേ നോക്ക്, ദേ മരുമോൻ വരുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ശ്രീകല പറഞ്ഞു, ബാമോനെ കയറുവാ, ഇരിക്കാനൊക്കെ പറയണം. ആ സമയം ആനന്ദ് പറഞ്ഞു, ഞാൻ ഇരിക്കാനൊന്നും വന്നൊന്നുമല്ല, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനും വന്നതല്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്ന അവരുടെ കണ്ണീര് കാണാനായിട്ട് ഈ സമയത്ത് എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട്. അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ശ്രീദേവി പ്രഗ്നന്റ് ആണ്. പക്ഷെ എനിക്കറിയാം അവൾ പ്രഗ്നന്റ് ഒന്നും അല്ലാന്ന്. അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പം ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ നിങ്ങളെന്താ പറഞ്ഞേ? അവള് ഗർഭിണിയാന്നല്ലേ പറഞ്ഞേ? ശ്രീകല പറഞ്ഞു, മോനെ അവള് ഗർഭിണിയാന്ന് പറയണം, എന്നാ വിളിക്ക. ഗർഭിണിയാണോ ഇല്ലാന്ന് ഞാൻ അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞു. ആനന്ദിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷവും തോന്നി. ആനന്ദേട്ടൻ വന്നല്ലോ, പക്ഷെ തന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരിക്കലും വരില്ല എന്നറിയാം. താൻ അതുപോലത്തെ ചതിയല്ലേ ചെയ്തിരിക്കുന്നേ. ആനന്ദേട്ടന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും തന്നെ ഒരിക്കലും ഉൾക്കൊള്ളില്ല. കാരണം അവർക്ക് ആർക്കും തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അത്ര സ്നേഹത്തോടെ തന്നെ കൊണ്ടുനടന്നിട്ട് താൻ അദ്ദേഹത്തെ വഞ്ചിക്കുമല്ലേ ചെയ്തേ. വല്ലാത്തൊരു കുറ്റബോധം ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീദേവി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ഓ നീ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയും വന്ന് നാടകം കളിച്ചായിരുന്നു. നിന്നോട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ? ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഞാന് നീ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലെല്ലാവരും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം അല്ല. നിന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നീ അവിടെ കിടന്ന് ഗർഭനാടകം കളിക്കും. വീണ്ടും അത് വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കുള്ളൂ. അതിന്റെ ആവശ്യമില്ല. നീ ഗർഭിണിയെന്ന് അല്ലയോ ഒന്ന് ഡോക്ടറെ കണ്ടൊന്ന് കൺഫേം ചെയ്തിട്ട് എന്നെ കാര്യം. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട മര്യാദയ്ക്ക് പെട്ടെന്ന് റെഡിയായിട്ട് എൻ്റെ കൂടെ വരാൻ നോക്കാൻ പറഞ്ഞു. ഉദയഭാനു ശ്രീകലയും പരസ്പരം നോക്കുവാണ്. ഉദയഭാനു ചോദിച്ചു, അല്ലട മോനെ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ആനന്ദ് ചോദിച്ചു, നിങ്ങളാണോ ഡോക്ടർ? നിങ്ങൾക്കറിയാവുന്ന ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അല്ല എനിക്ക് ഒരുമാതിരി കണ്ടാൽ മനസ്സിലാവും, മിണ്ടരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുവാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ശ്രീദേവി പോയി റെഡിയായിട്ട് വരുവാണ്. ആനന്ദ് അങ്ങനെ ശ്രീദേവിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ശ്രീദേവിക്ക് ഭയങ്കര പേടിയാ. ദൈവമേ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടർ പറയും താൻ പ്രഗ്നന്റ് അല്ല എന്നൊക്കെ പറയും. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ, എന്തായിരിക്കും? അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പ്രഗ്നന്റ് അല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വീട്ടിലുള്ളവരെല്ലാം എന്ത് വിചാരിക്കും? അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാ ചെല്ലുന്നേ. അങ്ങനെ അവിടെ കാത്തു നിൽക്കുവാണ് ശ്രീദേവിയുടെ ഊഴത്തിനായിട്ട്. അങ്ങനെ ഡോക്ടർ വിളിച്ചു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വിളിച്ച് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒടുവിൽ ശ്രീദേവി പ്രഗ്നന്റ് ആണെന്ന് ആനന്ദിനോട് പറയുവാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആനന്ദ് ഞെട്ടിപ്പോയി. ആനന്ദ് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ ശ്രീദേവി
ശ്രീദേവി ഓർത്ത് താൻ പ്രഗ്നന്റ് അല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ മനസ്സിലും ഭയങ്കര സന്തോഷമായി. തന്റെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ട് എന്നൊരു ചിന്ത. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ആനന്ദ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുളി നിപ്പുണ്ട്. അത്തന്നൊരു പുളിയൊക്കെ പറിച്ചോടെ ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ദേ പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാൻ കൊതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിക്കാൻ പറയാണ്. ശ്രീദേവിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ആനന്ദേണ്ണ തന്നോടുള്ള വിരോധമൊക്കെ മാറിയല്ലോ എന്നൊരു ചിന്തയൊക്കെയാണെന്ന് മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ ആനന്ദിന്റെ മനസ്സിൽ എന്താന്ന് ശ്രീദേവിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വരുമ്പം അപ്പൊ ആരതി ഒഴിഞ്ഞൊക്കെ വേണം സ്വീകരിക്കാനായിട്ട്. ശ്രീദേവിയെ വീട്ടിലേക്ക് സ്വീകരിക്കാനെന്നൊക്കെ ഇന്ദിരാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാര്യം സംഭവിച്ചിരിക്കല്ലേ. അങ്ങനെ ശ്രീദേവി ആനന്ദും കൂടെ വീട്ടിലേക്ക് വരുമ്പോ ആരതിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ഗോമതി പോയി. ഗോമതി ആരതിയൊക്കെ ഒഴിഞ്ഞ് മീനാക്ഷി മിത്രയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീദേവി അകത്തേക്ക് കയറ്റുന്നേ. ആ സമയത്ത് ഗോമതി തന്റെ കയ്യെ കിടന്ന് ഒരു 2 പവന്റെ വളയൂരി ശ്രീദേവിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശ്രീദേവിയെ ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമല്ലേ, ആദ്യം ഇവിടെ നടക്കുന്നതാണ്. അതിന്റെ സന്തോഷത്തിനായിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആനന്ദിന് ഒട്ടും സഹിച്ചില്ല. പിന്നീട് ഹാളിലേക്ക് വന്ന് മീനാക്ഷി മിത്രയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീദേവി എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രീദേവിക്ക് വീട്ടിൽ വന്നു ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ ശ്രീദേവിക്ക് അവരെ ഭയങ്കര കാര്യമായിരുന്നു. അവരുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ആദ്യമൊക്കെ ശ്രീദേവി അവരുടെ അടുത്ത് വലിയ ആള് കളിച്ചൊക്കെ നിന്നു. പക്ഷെ പിന്നീട് ആയി കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവി അവരുമായിട്ട് അങ്ങോട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീദേവിക്ക് അവരെയൊക്കെ കാണാതിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം വീട്ടിൽ വന്നൊരു ഫീലിംഗ് ശ്രീദേവിക്ക് തോന്നുന്നുണ്ട്. ഗോമതി ആണെങ്കിൽ ശ്രീദേവിയെ സ്നേഹം കൊണ്ട് മൂടുക. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്കും സന്തോഷമായി. പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കഥ കടിച്ചിട്ട് ആനന്ദ് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞുകൊണ്ട് ദേ അമ്മയുടെ കയ്യിൽ നിന്നുള്ള വളയൊക്കെ അടിച്ചു മാറ്റി. ഇത് നിന്റെ അച്ഛനെ കൊണ്ടേ കൊടുത്ത് നീ വിൽക്കാനൊക്കെ ശ്രമിക്കും, എനിക്കറിയാം. കടത്തിന്റെ മേലെ നിൽക്കുമല്ലേ നീ നിന്റെ അച്ഛനും ഒക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ ഞാൻ കൂടുതലും മിണ്ടരുത്. ദേ സ്നേഹം അഭിനയിച്ച് വീണ്ടും ഇവരെ ചതിക്കാന്ന് നീ വിചാരിക്കരുത്. നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് എന്തു ആവാന്ന് കരുതരുത്. എന്റെ വീട്ടുകാര് പാവുക, എന്റെ അമ്മയാണെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ അതെ. പക്ഷെ ഇത് വെച്ച് നീ മുതലെടുപ്പ് നടത്തിയാണ്ടല്ലോ, കാണിച്ചു തരാൻ നിന്നെ ഞാൻ. എന്താണെങ്കിലും അധികം നാള് ഈ സത്യങ്ങളൊന്നും ആർക്കും മൂടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് വായി വന്ന എല്ലാം പറഞ്ഞു. ശ്രീദേവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആനന്ദ് പറഞ്ഞു, നീ നിന്റെ വീട്ടുകാരും കൂടെ ചെയ്ത ചതി. ഇപ്പൊ നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പണ്ടേ വിളിച്ചു പറഞ്ഞാനും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രീദേവിയെ. ശ്രീദേവിക്കും ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ രാത്രിയിൽ കിടക്കാൻ സമയത്ത് പോലും ആനന്ദ് ശ്രീദേവിയെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. ശ്രീദേവിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും തന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയത്ത് ഉദയഭാനും ശ്രീകലെ ഭയങ്കര സന്തോഷത്തില. ആനന്ദ് വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ, ഇനിയിപ്പൊ പേടിക്കാനില്ല. മാത്രമല്ല ദേഹമോൾ അവിടെ നിന്നോളും എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് സ്ത്രീകളോട് ഇനിയിപ്പൊ ആനന്ദിനെങ്ങാനും തോന്നുവോ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. അവൻ ഇനി പറയാനൊന്നും പോകുന്നില്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതേ സമയം പണി കിട്ടിയത് പാവം ധർമ്മനായിരുന്നു. ധർമ്മം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാ സുകന്യയുടെ കഴുത്തിൽ താലി ആർത്തിയത്. അങ്ങനെ ഹണിമൂൺ കോട്ടേജ് ഒക്കെ എടുത്ത് അവരന്ന് വൈകുന്നേരം റൂമിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ സുകന്യ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന 2 പില്ലോ എടുത്ത് നടുക്കിലേക്ക് വെച്ചു. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, ഇതെന്തിനാ? അതെ, ഉറങ്ങണ സമയത്ത് എന്റെ കൈയും കാലോ അല്ലെങ്കിൽ ധർമ്മേന്റെ കൈയും കാലോ എന്റെ മേത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാ. എനിക്ക് ആരും മുട്ടിക്കിടക്കുന്നൊന്നും ഇഷ്ടമില്ല, കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ധർമ്മം പെട്ടുപോയി. കല്യാണം കഴിഞ്ഞിട്ടാന്ന് ഓർക്കണം. ദൈവമേ, ഇതെന്താ ഇങ്ങനെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. വലിയ വീരവാദം അടിച്ചിട്ട് വന്നാ വീട്ടിൽ നിന്ന് വന്നപ്പം. തിരികെ വരുമ്പോ എന്നെ ഉള്ളം കയ്യില് സുകന്യ കൊണ്ടു നടക്കുമെന്നൊക്കെ. ഇതിപ്പോ നേരെ തിരിച്ചാ സംഭവിക്കുന്നേ. ഇവളുടെ അടുപ്പിക്കുന്ന പോലും ഇല്ല ഇവള് എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. വല്ലാത്ത ടെൻഷൻ ആയിരുന്നു ധർമ്മന് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. തന്റെ ജീവിതം ഇനി മുന്നോട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് സുകന്യ ആണെങ്കിൽ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനും തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം പുറത്തു പോകുന്ന സമയത്ത് സുകന്യാണ് ധർമ്മനിടാനുള്ള ബർമൂടെ ടീഷർട്ടൊക്കെ എടുത്തു കൊടുക്കുന്നത്. ധർമ്മന് ഇത് ഇടാൻ മടിയായിരുന്നു. പക്ഷെ നിർബന്ധിച്ച് ധർമ്മനെ കൊണ്ട് അതൊക്കെ ഇടിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുകന്യെ ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ സുകന്യ സമ്മതിച്ചില്ല. അങ്ങനെ അവര് പുറത്തുപോയി അവിടെ എല്ലാം കണ്ട് നടക്കുവാണ്. ഈ സമയത്ത് ധർമ്മൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. ഒരു കാറ് വന്ന് നിന്നു. ആ കാറിനകത്ത് നിന്ന് ഒരുത്തനും കൂടെ ഇറങ്ങുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ര സമയം സുകന്യ അവിടെ നോക്കി നിൽക്കുന്നുണ്ടു. പെട്ടെന്ന് സുകന്യ ധർമ്മന്റെ പിന്നിൽ ഒളിക്കുവാണ്. അപ്പത്തേനും ധർമ്മൻ എടുത്ത് ഇതെന്താ? അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ തന്റെ പിന്നിൽ ഒളിക്കുന്നതെന്ന് ധർമ്മൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് പതുക്കെ സുകന്യ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കണം അവൻ തന്നെ കണ്ടോന്ന്. ആ സമയത്ത് അവൻ ധർമ്മന്റെ അരിയിലേക്ക് വരുവാണ്. സുകന്യക്ക് നല്ല ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല.
ഒരുപക്ഷെ ആ വന്നത് സുകന്യയുടെ കാമുകനോ അല്ലെങ്കിൽ സുകന്യ അവനെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ധർമ്മനുമായിട്ടൊരു അകൽച്ച കാണിച്ച് നിൽക്കുന്നത്. എന്തോ അവർ തമ്മിലൊരു കാര്യമുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ അവിടുന്ന് വരുമ്പോഴത്തേനും ധർമ്മനെ മനസ്സിലാക്കുമായിരിക്കും സുകന്യ. അവന്റെ പിടിയിൽ നിന്നും സുകന്യനെ രക്ഷിക്കാനായിട്ട് ധർമ്മന് സാധിക്കുമായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.